ഹായ് ഫ്രണ്ട്സ്, അഗ്രബീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്വാൾ കമ്പനിയുടെ വുക്സാൾ പൊട്ടാഷ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ വുക്സാൾ പൊട്ടാഷ് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഇതിനു മുന്നേ കോംബിളിസാൾ സീരീസിൽ പെടുത്തൊരു പൊട്ടാഷ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ശരിക്കും കോംബിളിസാൾ വരുന്ന പൊട്ടാഷും വുക്സാളിൽ വരുന്ന പൊട്ടാഷും ചെറിയ ബന്ധമുണ്ട്. നമ്മളത് നോക്കാനായിട്ട് നമ്മൾ കോംബിളിസാൾ സീരീസിൽ പെടുന്ന പൊട്ടാഷ് ആണെങ്കിലും നമ്മുടെ വുക്സാൾ സീരീസ് വരുന്ന പൊട്ടാഷ് ആണെങ്കിലും എടുത്ത് പുറകെ നോക്കുമ്പോൾ ഇവിടെ മാനുഫാക്ചർഡ് ബൈ അഗ്ലുക്കോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അഗ്ലുക്കോൺ എന്ന് പറയുന്നത് ജർമ്മൻ കമ്പനിയാണ്. അത് കൊടുത്തിട്ടുണ്ട്, ജർമ്മൻ കമ്പനി. അപ്പം ഈ അഗ്ലുക്കോൺ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ സസ്പെൻഷൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള വലിയ ബ്രാൻഡാണ്. ഈ അഗ്ലുക്കോൺ ചെയ്യുന്നത് സസ്പെൻഷൻ ഫെർട്ടിലൈസറുകൾ പ്രൊഡ്യൂസ് ചെയ്ത് പല കമ്പനികൾക്ക് പല പേരിൽ സെല്ല് ചെയ്യാണ് കൂടുതൽ ചെയ്യുന്നത്. അവർ മാർക്കറ്റ് ചെയ്യുന്ന ഫെർട്ടിസാൾ എന്ന് പറഞ്ഞൊരു സീരീസിൽ അവർ മാർക്കറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഇന്ത്യയിൽ കൂടുതൽ അവൈലബിൾ ആകുന്ന വുക്സാൾ സീരീസും കോംബിളിസാൾ സീരീസുമാണ്. അപ്പം ഈ വുക്സാൾ സ്വാൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു, കോംബിളിസാൾ ന്യൂട്രിഫീഡ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. തത്വത്തിൽ ഇത് രണ്ടും ജർമ്മൻ പ്രോഡക്റ്റുകളാണ്. അതിവിടെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാൾ കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. വുക്സാൾ എന്ന് പറഞ്ഞ സീരീസിൽ വുക്സാൾ സീരീസിൽ കുറെ സസ്പെൻഷൻ ഫെർട്ടിലൈസറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ അഗ്ലുക്കോണിനെ പറ്റി നോക്കുമ്പോൾ ജർമ്മനിയിൽ തന്നെ വലിയ സസ്പെൻഷൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന കമ്പനികൾ നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ അഗ്രഗണ്യന്മാരാണ്. അവരുടെ ഒരു പ്രത്യേക ടെക്നോളജിയാണ് ക്രിസ്റ്റലൈൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവർ സസ്പെൻഷൻ ഫെർട്ടിലൈസറുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതെന്താണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ക്രിസ്റ്റലൈൻ സസ്പെൻഷനിൽ വരുന്ന ഏതൊരു പ്രോഡക്റ്റ് ആണല്ലോ അത് ഉപയോഗിക്കാതെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ന്യൂട്രീഷൻ എല്ലാം അടിയിൽ പോയി അടിഞ്ഞ് നിൽക്കും. ക്രിസ്റ്റലൈൻ ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ അടിയിൽ അടിഞ്ഞ് നിൽക്കും. കുറച്ച് ലിക്വിഡ് പോർഷൻ ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുറേ നാൾ ഇരുന്നാലും നമ്മുടെ ന്യൂട്രിയൻസിന് ഏത് കേടുപാടൊന്നും ഉണ്ടാകാതെ അത് ക്രിസ്റ്റലൈൻസ് ആയിട്ട് അവിടെ നിൽക്കും. അതിന് എന്താ പറയുക, അതിൻ്റെ സോൾവെന്റ് മേളിൽ നിൽക്കും എന്നാണ് തോന്നുന്നത്. ആ സാധനം നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂട്രിയൻസ് എല്ലാം കൂടെ വീണ്ടും ആക്റ്റീവായി നല്ല രീതിയിൽ മിക്സ് ആയി വരും. അങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇത് വളരെ കാലം ഷെൽഫ് ലൈഫ് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുമല്ല, ക്രിസ്റ്റലൈൻ സസ്പെൻഷനുള്ള പ്രൊഡക്റ്റുകൾ പെർസെൻറ്റേജിൽ ഇച്ചിരി കുറവാണെങ്കിലും ഒത്തിരി പെർസെൻറ്റേജ് ഉള്ള വളത്തിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും അവർ പറയുന്നുണ്ട്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രയോഗിക്കുന്ന ക്രോപ്പിലോട്ട് കറക്റ്റായിട്ട് ടാർഗറ്റായിട്ട് എത്തും. അതിനുശേഷം അത് ചെടിയിൽ നിന്ന് പെട്ടെന്നൊന്നും ട്രിപ്പായി പോകില്ല. അതിനുള്ള കുറേ ടെക്നോളജികൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് നമ്മുടെ പെസ്റ്റിസൈഡുകളിലെ ഫംഗിസൈഡുകളിലും കൂടെ എല്ലാം ഉപയോഗിക്കാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആൻറ്റി ഡ്രിപ്പിംഗ് ടെൻഡൻസി ഉള്ള കുറച്ച് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സസ്പെൻഷൻ ഫെർട്ടിലൈസറുകളായതുകൊണ്ട് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ചെടിയിലോട്ട് പറ്റിയിട്ട് പെട്ടെന്ന് ഒഴുകി പോവോ താഴെ വീട് പോകുന്നു നശിച്ചു പോകാതിരിക്കാനായിട്ട് ആൻറ്റി ഡ്രിപ്പിംഗിൻ്റെ ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫോളിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റിക്കിംഗ് ടെക്നോളജി, അത് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള സ്റ്റിക്കിംഗ് ടെക്നോളജീസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറിയും വെയിലായാലോ മഴയായാലോ പ്രശ്നമില്ലാതെ നമുക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടാനുള്ള ടെക്നോളജി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇത്ര ടെക്നോളജികളൊക്കെയാണ് അത് നമ്മുടെ അഗ്ലുക്കോണിൻ്റെ ഒരുമാതിരിപ്പെട്ട പ്രോഡക്റ്റുകളെല്ലാം വരുന്നതുകൊണ്ടാണ് അത് നമ്മൾ മുൻവിധിയായിട്ട് നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മളിതിൻ്റെ കോമ്പിനേഷനിലോട്ട് നമുക്ക് നോക്കാം. കോമ്പിനേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നൈട്രജൻ ഒരു 6% വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന പൊട്ടാഷ് 18% വരുന്നുണ്ട്. കാൽസ്യം 5% വരുന്നുണ്ട്. മഗ്നീഷ്യം 2%, ബോറോൺ 0.5 തൊട്ട് 0.8 വരെ വരാമെന്നാണ് പറയുന്നത്. ഇതാണ് കാരണം. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ സീസൺ ടൈമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിങ്ങും കായ് സെറ്റിങ്സ് ഒക്കെ നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയൊക്കെയാണ്, നിറയെ വളങ്ങളും ഫോളിയറുകളൊക്കെ കൊടുക്കുന്ന സമയമാണ്. പക്ഷെ പല തോട്ടങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇളം വള്ളികളിൽ വലിയ ശരങ്ങളിൽ പകുതി വരെ കാ പിടിക്കുന്നുണ്ട്. മേൽഭാഗത്തോട്ട് കാ പിടിക്കുന്ന ഒരു മടി കാണിച്ചിരിക്കുന്ന ഒരു ശരം ഒരു കാ പിടിക്കാത്ത പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. നമ്മളെല്ലാം നെമറ്റോഡിന് മരുന്ന് കൊടുക്കുന്നു, അതേപോലെ ബാക്ടീരിയ വിറ്റ് അതിന് ബാക്ടീരിയ വിറ്റിന് മരുന്ന് കൊടുക്കുന്നു. ഇതിനൊക്കെ ശേഷവും ശരം അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ന്യൂട്രിയൻസിൻ്റെ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഒരു ഫ്ലോ കിട്ടാതെ വരുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോയെ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചെടികളിലെ ഫോട്ടോസിന്തസിസ് നടന്നു കഴിയുമ്പോൾ നമ്മൾ ന്യൂട്രിയൻസ് മണ്ണിലോ അല്ലെങ്കിൽ ഫോളിയാറോ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയിലാണ് ഇതിൻ്റെ ഭക്ഷണ ഭാഗം നടക്കുന്നത്. അല്ല നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പറയുന്ന പ്രവർത്തനം നടക്കുന്നത്. ഇത് നടന്ന ഔട്ട്പുട്ട് ലീഫിൽ നിന്ന് വീണ്ടും ശരത്തിലെത്തിയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള കായ് സെറ്റിങ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വേര് വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് ഇലയിലെത്തുക, അത് ഫോട്ടോസിന്തസിസ് നടന്നതിന് ശേഷം പ്രോപ്പറായിട്ട് ശരത്തിലെത്തുക, അപ്പോഴാണ് കായ് സെറ്റിങ്സ് കറക്റ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇലയിൽ എത്തിയാലും ഫോട്ടോസിന്തസിസ് നടന്നതിൻ്റെ ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് ശരത്തിലെത്താനുള്ള ഫ്ലോ കുറഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക്
ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫോട്ടോസിന്തസിസിന്റെ ഔട്ട്പുട്ട് ഒരു ക്യാരി ചെയ്തുകൊണ്ട് നമ്മുടെ ശരത്തിൽ എത്തിക്കുന്ന ന്യൂട്രിയൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷാണ് ആ പണി ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാഷ് നമുക്ക് ഇതിനെ ക്യാരി ചെയ്ത് ഫോട്ടോസിന്തസിസിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടന്നു കിട്ടുന്ന വസ്തുക്കൾ ക്യാരി ചെയ്ത് ശരത്തിൽ എത്തിക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു മൂലകമുണ്ട്, അതാണ് മഗ്നീഷ്യം. ശരിക്കും ലീഫിൽ നിന്ന് പൊട്ടാഷിന് ഈ സാധനങ്ങളെല്ലാം വാരി എടുത്തുകൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒരു മൂലകമാണ് മഗ്നീഷ്യം. അപ്പം അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പൊട്ടാഷിൻ്റെ കൂടെ മഗ്നീഷ്യം 2% ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഔട്ട്പുട്ട് എല്ലാം കിട്ടി അത് വാരി എടുത്തുകൊണ്ട് ശരത്തിലോട്ട് പൊട്ടാഷ് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ശരത്തിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് പൊട്ടാഷിന് അതിനെ കൊണ്ട് സാധിക്കില്ല. അതിനും മറ്റൊരാളുടെ സഹായം വേണം. അതിനാണ് ഇവിടെ കാൽസ്യത്തിന്റെ ഒരു ആവശ്യകത വരുന്നത്. കാൽസ്യമാണ് ഇത് ശരത്തിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ കാൽസ്യം ഒരു 5% അതിനിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാൽസ്യത്തിന്റെ ധർമ്മം നിർവഹിക്കും. അപ്പൊ ആ ന്യൂട്രിയൻസിന്റെ ഫ്ലോ കറക്റ്റ് ആവും. പക്ഷെ കാൽസ്യത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം തന്നെ നിൽക്കുമ്പോൾ അതിന് മൊബിലിറ്റി കുറവാണ്, വർക്കിംഗ് ആ ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതിന് ബോറോൺ അതിന് എപ്പോഴും ഒരു സപ്പോർട്ട് ആയിട്ടാണ്. അതിന് വേണ്ടി നമുക്കൊരു 0.5 തൊട്ട് 0.8 വരെയുള്ള ഒരു ബോറോൺ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഭാഗങ്ങളെല്ലാം കറക്റ്റായി. പിന്നെ വരുന്ന ഒരു 6% നൈട്രജൻ ആണ്. നമുക്ക് നൈട്രജൻ ആ സെറ്റിങ്സിന് അതേപോലെ ഫോട്ടോസിന്തസിസിന് പിന്നെ ആ ഒരു ടോട്ടൽ ഫ്ലോ കറക്റ്റ് ആകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു മൂലമാണ്. അപ്പോൾ തത്വത്തിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ പിടിക്കാനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, ബോറോൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഇത്ര സാധനം സെറ്റിങ്സിന് നല്ല പ്രോപ്പർ ന്യൂട്രീഷൻ ആണ്. അതിനൊപ്പം നമ്മുടെ ലീഫിലുണ്ടാകുന്ന ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് സ്പീഡിൽ ശരത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത വളങ്ങളുടെ എല്ലാ എഫിഷ്യൻസി കൂടുതലായിട്ട് കിട്ടും. നമ്മൾ നിലവിൽ മണ്ണിൽ കൊടുത്തിരിക്കുന്നതും ഫോളിയർ കൊടുത്തതിൻ്റെ എല്ലാം റിസൾട്ട് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഈ വുക്സാൽ എന്ന് പറയുന്നത്. അത്രയും നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത്. നൈട്രജന്, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. ഇതിനോട് കുറച്ച് അമിനോ ആസിഡ്സ്, നല്ല ഇസാബിയൻ പോലുള്ള നല്ല അമിനോ ആസിഡ്സും കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കുകയും ചെയ്യും. മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസിന്റെ ഒരു അപ്ഡേക്ക് കൂട്ടും. അതിനൊപ്പം ഇലയിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസിന്റെ ഔട്ട്പുട്ട് സ്പീഡിൽ ശരത്തിലോട്ട് എത്തും. അപ്പൊ പ്രോപ്പറായിട്ട് പിടിക്കാൻ തുടങ്ങും. ചെടി സ്പീഡിൽ ഔട്ട്പുട്ട് കാണിച്ചു തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ പൊട്ടാഷ്, മൈക്രോ ന്യൂട്രിയൻസ്, നൈട്രജൻ എല്ലാം കൂടെ കൊടുക്കും. ഉറപ്പായിട്ട് കായ സെറ്റിങ്സിന് സഹായിക്കും, ഫ്ലവറിങ്ങിനും എല്ലാത്തിനും കൊടുക്കും. പിന്നെ ഇതൊരു pH സ്റ്റെബിലൈസർ ആണ്. നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് വിഷയമില്ലാതെ pH സ്റ്റെബിലൈസ് ആയി നല്ല രീതിയിൽ ഉള്ള റിസൾട്ട് കാണിക്കും. പിന്നെ ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, നമ്മൾ മരുന്നടിക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ തണ്ടുവരപ്പം മരുന്നുകളുടെ കൂടെയും പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്റ്റാണ്. നമ്മളിത് പൊട്ടിച്ച് ഉപയോഗിച്ച പ്രോഡക്റ്റാണ്, നമ്മൾ ട്രയൽ ചെയ്ത പ്രോഡക്റ്റാണ്. അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ക്രിസ്റ്റലൈസ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണം. നമ്മൾ ഈ അടപ്പിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ഒരു പഞ്ചസാരത്തരി പോലെ പഞ്ചസാരത്തരി പോലെ ക്രിസ്റ്റലൈസ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ കയ്യിലിട്ട് തൂക്കുവാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവുകയും ചെയ്യും. അത് ആ ടെക്നോളജിയുടെ ഒരു അനന്തരഫലമാണ്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളില് ഒരു പച്ച ലിക്വിഡായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നാൽ അടിയിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നായിട്ട് കുറച്ചും കൂടെ കുറുകിയ ഒരു സസ്പെൻഷൻ ഫോമിലായിട്ട് മാറും. ഇപ്പോൾ ഒരു വെള്ളം പോലെ ആയിരിക്കണമെങ്കിൽ നന്നായിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഒരു തേൻ പോലെയാവും, അങ്ങനെ നമുക്ക് പറയാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ചെടിക്ക് കിട്ടുകയും ചെയ്യും, നശിച്ചു പോകാതെ ഇത് നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ കഴിയും. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളിത് ട്രയൽ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ്. നമ്മളൊരു മിനിമം ഒരു 15 ദിവസമായിട്ടും ട്രയൽ ചെയ്തില്ല. നമ്മളിതിന്റെ റിസൾട്ട് നമ്മളൊരു ശരിക്കും പറഞ്ഞ ഇപ്പൊ രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കാനുള്ള പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ഉള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ക്യാമറമാൻ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഹിന്ദിക്കാരൻ പയ്യനാണ്. അപ്പൊ അവനൊന്ന് സമയം ഒത്തു കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവനിന്ന് കായെടുപ്പൊക്കെ ആയിട്ട് പകൽ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പം നാളെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇതിന്റെ റിസൾട്ട് കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ അടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായതാണ്. അപ്പം അത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ജർമ്മൻ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്, ഇത് മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ 200 മില്ലിയാണ് 200 ലിറ്ററിന്. ഈ 200 ലിറ്ററിന് 200 മില്ലി വെച്ച് നമുക്ക് തണ്ടുവരപ്പം മരുന്നുകളുടെ കൂടെയോ ഫംഗിസൈഡുകളിലൂടെയോ കോപ്പർ ഒഴിച്ച് ബാക്കിയുള്ള ഫംഗിസൈഡുകളിലൂടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും. കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അത് നമ്മൾ പ്രത്യേകം പറഞ്ഞേക്കാം. നമ്മൾ ഇത് മാത്രമായിട്ടാണ് ഉപയോഗിച്ച് നോക്കുന്നത്. ശരിക്കും ഇതിന്റെ പ്രോപ്പർ റിസൾട്ട് എങ്ങനെയാ വെച്ചാൽ നമ്മൾ തണ്ടുവരപ്പം മരുന്നുകളും ഇതും കുറച്ച് ഇസാബിയൻ പോലുള്ള അമിനോ ആസിഡ്സും കൂടെ കൂട്ടി കൊടുക്കണം, നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. ഫംഗിസൈഡിന്റെ കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കമ്പനി കോമ്പാക്റ്റബിലിറ്റിക്ക് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മറുപടി നമ്മൾ നൽകുന്നതാണ്.
അപ്പം ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയണം. ഇത് കൂടാതെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വാട്സപ്പ് ചാനൽ കൂട്ടായ്മയുണ്ട്. ഏലകൃഷിയെക്കുറിച്ച് പറയുന്നതും പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ട് ആ ഒരു ഗ്രൂപ്പിലോട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ജോയിൻ ആകാൻ കഴിയുന്നതാണ്. പിന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി തരും. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും അവൈലബിലിറ്റി ഒക്കെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഒക്കെ തരണം. അതേപോലെ നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.